പൊളിഞ്ഞു പോയൊരു ബർത്ത്ഡേ സർപ്രൈസിന്റെ കഥയായാലോ? അങ്ങനെ ഞങ്ങളുടെ ജസ്റ്റിക്ക് 28 വയസ്സായിരിക്കുവാണ്. 28 എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ലെന്നേ. കാരണം ഷീ ഈസ് സ്റ്റിൽ യങ്. ഈ സർപ്രൈസിങ്ങിലൊക്കെ PG എടുത്തിട്ടുള്ള ജസ്റ്റിക്ക് സർപ്രൈസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇവക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ബർത്ത്ഡേയുടെ തലേ ദിവസം കേക്ക് കട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോ തൊട്ട് പുള്ളിക്കാരത്തി പതിവില്ലാത്തൊരു ക്ലീനിങ്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തിക്ക് കാര്യം കത്തിക്കുന്നത്. ഇതെങ്ങനെ ഇവക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. എന്തായാലും ഫസ്റ്റ് സർപ്രൈസ് അടിപൊളിയായിട്ട് പൊളിഞ്ഞു. ഇനി അടുത്ത സർപ്രൈസ് എന്റെ വകയാണ്. അതിലെനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ഇതിൽ അവളെ ഞെട്ടൂന്ന്. ജസ്റ്റ് കുറെ ആയിട്ട് പറയുന്നുണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. ഇൻസ്റ്റഗ്രാമിൽ എന്ത് റീല് കണ്ടാലും എനിക്കത് അയച്ചയച്ച് എന്റെ ഇൻസ്റ്റഗ്രാം ഫുൾ അങ്ങ് നിറഞ്ഞു കിടക്കുക. ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇവളുടെ റീലിന്റെ ശല്യം കാരണം. അങ്ങനെ ജസ്റ്റ് വർക്കിന് പോയ സമയത്തിന് ഞാൻ രാത്രി കേക്കൊക്കെ ഉണ്ടാക്കി. അതും കേക്കിന്റെ ABCD അറിഞ്ഞൂടാത്ത ഞാനൊരു കേക്ക് ഉണ്ടാക്കി. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. സോ ഞാൻ അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റിന്റെ കൂടെ ഈ കേക്കും കൂടി ആഡ് ചെയ്തു. പിന്നെ പുള്ളിക്കാരത്തേക്ക് ബർത്ത്ഡേക്ക് തീർച്ചയായും ഉണ്ടാക്കണമെന്ന് വെച്ചിരുന്ന ഒരു സംഭവം പായസമായിരുന്നു. ബട്ട് പുള്ളിക്കാരത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. സോ അതും ഞാൻ കേക്കിന്റെ കൂടെ ഉണ്ടാക്കി വെച്ചു. പായസം ഉണ്ടാക്കുന്നത് ഫുൾ സപ്പോർട്ട് ചെയ്തത് അലീറ്റയാണ്. അങ്ങനെ ഫൈനലി ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് കട്ട് ചെയ്തു ഗൈസ്. കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റിയുടെ ഒക്കെ ട്രീറ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് എന്താ ട്രീറ്റ് ചെയ്തതെന്ന് അറിയാമോ? ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് ജസ്റ്റിയുടെ ട്രീറ്റ്. എന്റെ ബർത്ത്ഡേക്ക് ഫുൾ പണി ചെയ്തത് ജസ്റ്റിയാട്ടോ. സോ ജസ്റ്റിയുടെ ബർത്ത്ഡേക്ക് ഞാനല്ലേ ഉണ്ടാക്കേണ്ടേ. സോ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ഞാനാണ്. എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിൽ ആരാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെന്ന്. കൊള്ളാവുന്നോണ്ടാണോ കൊള്ളൂലാത്തോണ്ടാണോ എല്ലാരും ചോദിച്ചെന്ന് അറിയില്ല. എനിവേ നോ ഐ ആം റിവീലിംഗ്, ഞാനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കളിയായി, ചിരിയായി, തൃപ്തിയായി. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടല്ലേ ഞങ്ങളെല്ലാവരും ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻസ് ആണ്. സോ പഠിത്തത്തിൻ്റെ ഇടയിലെ കുറച്ച് ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ മൊമെൻറ്റ്സുകൾ ഉള്ളതുകൊണ്ട് പിന്നെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു വലിയ മെമ്മറി ആയിട്ട് തന്നെ നമ്മൾ എന്നും ഓർത്തിരിക്കും. അങ്ങനെ ജസ്റ്റിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ശരി, ബൈ.